ഗോപു, ഇപ്പൊ നമ്മളുടെ ഏജിലാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ മമ്മിയുടെയൊക്കെ ഒരു ഏജിലാണെങ്കിലും ഇല്ലേ, ഇപ്പൊ എപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യം കേൾക്കുന്നത് എന്താണെന്നറിയോ? അയ്യോ, ആ പണി തീർന്നില്ല, ഇത് തീർന്നില്ല, അല്ലെങ്കിൽ ഇല്ലേ ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യണു, അല്ലേ? ഇടയ്ക്ക് എനിക്കും ഇത് വരുന്നുണ്ട്. അപ്പം ഞാൻ ഓർക്കായിരുന്നു, നമുക്ക് ഈ ഒരു കാര്യത്തിന് ഇപ്പം കുറേ പേര് ഇത് പറയുന്നുണ്ട്. ഞാൻ ആലോചിക്കുക, നമുക്ക് ഇതിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്താൽ മേ ബി നമുക്കും ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. വെൻ വി ഫീൽ നെഗറ്റീവ്, എങ്ങനെ ആ നെഗറ്റീവ് തോട്ട്സിൽ നിന്നൊന്ന് വെളിയിൽ വരാമെന്ന്, അല്ലേ? നിനക്ക് തോന്നുന്നില്ലേ? ശരി, ഒരു ടെൻഡൻസി വന്നിട്ടുണ്ട്. ഇപ്പൊ നിന്നെ ഞാൻ കണ്ടാലും ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ഹാപ്പി കാര്യങ്ങൾക്ക് പറയുന്ന പകരം ഞാൻ അയ്യോ രഞ്ജു പണിയെടുത്ത് ക്ഷീണിച്ചു, അല്ലെങ്കിൽ സ്കൂളിൽ പോണ്ടി വന്നു, അങ്ങനെയാണ് ട്ടോ. എനിക്ക് തോന്നുന്നു അറിയാതെ നമ്മൾ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത് വരിക. തോന്നുന്നു. അതെ. അത് നമ്മള് ഫ്രണ്ട്സ് ആവുമ്പത്തേക്കിനും ആടാ, അയ്യോ, ആര് ഇപ്പൊ ഞാൻ പറയാണെങ്കിലും നീ പറയാണെങ്കിലും ഉടനെ എന്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? അതൊരാളുടെ ആടാ ശരിയാ, അതാണെങ്കി മുഴുവൻ ഇങ്ങനെയായിരുന്നു, ഇന്നാണെങ്കി ഇവിടെ ഇങ്ങനെയായിരുന്നു. സോ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറേ നമ്മളില്ലേ ഈ എന്താ പറയാ സ്ട്രെസ്ഡ്, നെഗറ്റീവ് തോട്ട്സ് ഒക്കെ അല്ലേ വരുന്നേ. എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇത്. ഉം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തന്നെ ആ, നമുക്കല്ലേ നമ്മളെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതെ. ഇനി ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയ നീ വേഗം എന്നോട് പറയാ, നേരെ തിരിച്ച് നീ എന്തെങ്കിലും നല്ലത് ആലോചിക്കുന്നു ആ, പറയാ. ആ, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. അപ്പൊ നീ ഇതേപോലെ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോടും പറയും, രഞ്ജു അത് വിട്, നിന്റെ അടുത്ത് എന്തൊക്കെ ബ്ലെസ്സിങ് കാര്യങ്ങൾ ഉണ്ട് എന്ന്. അതെ, അതെ. നമുക്ക് എപ്പളും നമ്മളുടെ പോഡ്കാസ്റ്റിലാണെങ്കിലും അവസാനം പറയുന്നത് പോലെ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ നെഗറ്റിവിറ്റി നമുക്ക് ചിലപ്പോൾ പെട്ടെന്നല്ല, ഗ്രാജുവലി നമുക്ക് മാറ്റാൻ പറ്റും എന്ന് തോന്നുന്നു, അല്ലേ? ഷുവർ ആയിട്ടും പറ്റും. വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഗോപു? നീ തന്നെ എനിക്ക് പണ്ട് എപ്പോഴോ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാന്, രാത്രിയോ വൈകുന്നേരം ആകുമ്പോ അല്ലേ, ആ അതെ, എൻഡ് ഓഫ് ദ ഡേ വൈ ഡോണ്ട് യു റൈറ്റ്, അപ്പൊ ആ ദിവസം കിടക്കാൻ പോകുമ്പോ നമുക്കൊരു സന്തോഷ നോട്ടിലല്ലേ നമ്മൾ ആ ഡേ എൻഡ് ചെയ്യുന്നത്. കറക്റ്റ്. പിന്നെ നാളെ നമുക്ക് വരാൻ പോണ നല്ല കാര്യങ്ങൾ മാത്രമൊക്കെ എഴുതി. എനിക്ക് തോന്നുന്നു നീയാണ് പണ്ട് എപ്പോഴും എന്നോട് എന്തോ പറഞ്ഞപ്പോ പറഞ്ഞു ഇത് തന്നില്ലേ. ആക്ച്വലി വീട്ടിലില്ല, ആ കൊറോണ ടൈമില് ഹസ്ബൻഡ് കൊണ്ടുവന്ന ഒരു കാര്യ. രാത്രിയാവുമ്പം ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് പുള്ളിക്കാരൻ ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കും, ഇന്നത്തെ ഡേയിൽ എന്തൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ്, ടെൽ യുവർ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് പറയുമായിരുന്നേ. അത് പക്ഷെ ഇപ്പൊ ബ്രേക്കായി. എന്നാലും ആ ടൈമില് നമ്മളൊരു കോൺഷ്യസ് എഫേർട്ട് എടുക്കുമ്പോൾ പിന്നെ 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 അത് അൺകോൺഷ്യസ്ലി അതൊരു കാര്യം നടക്കും. ഞാൻ ഈയിടെ സമാന്തയുടെ ആണെന്ന് തോന്നുന്നു, ഏതോ ഒരു ഫിലിം സ്റ്റാറിന്റെ ഷോർട്സ് ഇങ്ങനെ കണ്ടോണ്ടിരുന്നപ്പോഴും പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതും. അപ്പൊ മേ ബി ടു സ്റ്റേ പോസിറ്റീവ് വി ക്യാൻ ഈവൻ ഗെറ്റ് സം ഹിന്റ്സ് ഫ്രം ദെം ഓൾസോ. അതെ. അപ്പം സ്റ്റേയിങ് പോസിറ്റീവ്, മേ ബി ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഓൾസോ വിൽ എഴുതാ. ഹെൽപ്പ്. ഞാനത് നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ കുറച്ച് ദിവസം എഴുതിയിരുന്നു. ഇപ്പൊ എനിക്ക് അതിന്റെ ഗുണം എന്താ വെച്ചാൽ നീ പറഞ്ഞ പോലെ ചിലപ്പോൾ ഞാൻ മറക്കൂട്ടോ എഴുതാം. എല്ലാ ദിവസവും എഴുതില്ല. പക്ഷെ കുറെ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കബേർഡ് തുറന്നിട്ട് ആ ബുക്ക് ഞാൻ വേറൊരു കളേർഡ് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ബുക്ക് കാണുമ്പോഴേ ഒരു സന്തോഷം വരാൻ. എന്നിട്ട് അത് തുറന്നു നോക്കുമ്പോ എന്താ അറിയോ, എഴുതിയ കുറേ സന്തോഷമുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ മൂഡ് ഓഫ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പോകൂടാ. അതെ, അപ്പൊ അത് എനിക്ക് ഹെൽപ്ഫുൾ ആയ ഒരു കാര്യാട്ടോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് ഇനിയും പ്രാക്ടീസ് അതെ, തുടങ്ങാം. അതെ. മനുഷ്യരല്ലേ, എപ്പോഴും ഒരേ ഒരു മൂഡിൽ ഇരിക്കില്ലല്ലോ. നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരും. പക്ഷെ എനിക്ക് തോന്നുന്നു ആ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് നമ്മൾ എത്ര പെട്ടെന്ന് പോസിറ്റീവ് തോട്ട്സിലേക്ക് വരും, അതില് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ ആ ഹോൾ ഡേ, അല്ലേ? ആ നമ്മൾ നെഗറ്റീവിൽ തന്നെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പം ഈ മൂഡ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുമ്പോഴും നമ്മൾ ആ അതിൽ തന്നെ അങ്ങ് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് തോന്നുന്നു ദ ഹോൾ ഡേ ഇസ് ഗോൺ. പിന്നെ ചിലപ്പം നമ്മൾ തിരിച്ച് പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോഴായിരിക്കും ചിലപ്പം അതിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു ആഫ്റ്റർ മാത്ത് പോലെ ഒരു ഒരു വോൾക്കനിക് ഇറപ്ഷൻ പോലൊക്കെ വരുന്നത്. പിന്നെ പണ്ടെന്തോ പറയുന്നേട്ടാ, ഒരു സിമ്പിൾ കാര്യട്ടോ, എനിക്ക് ക്ലിയർലി ഓർമ്മയില്ല. നമ്മൾ എണ്ണിയാൽ കൂടും ത്രേ. ഓ, കൗണ്ട് ചെയ്താൽ കൂടും. പണ്ട് ആൾക്കാർ പൈസയായിരുന്നു കൗണ്ട് ചെയ്യുക, കോയിൻസും അങ്ങനെയല്ലേ പണ്ട്, ഗോൾഡ് കോയിൻ സിൽവർ കോയിൻ ഒക്കെ. അതേപോലെ ചിലപ്പോൾ നമ്മൾ നമ്മളെ കയ്യിൽ എന്തൊക്കെ ആ പ്രശ്നങ്ങളെ മാറ്റി വെച്ചിട്ടുള്ളത്, ഓ എനിക്ക് വീടുണ്ട്, ഓ എനിക്ക് കുട്ടികളുണ്ട്, ഓ എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട്, ഓ എനിക്ക് എന്താ വെച്ചാൽ അത്യാവശ്യം ഹെൽത്തി ബോഡിയാണ്, അത്യാവശ്യം ഞാൻ രാവിലെ എണീക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ അതെ, ചിലപ്പം അതും ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. അതെ. പണ്ടത്തെ ആൾക്കാർ പറയുന്നതിൽ കുറച്ച് മീനിങ്സ് ഒക്കെ ഉണ്ട്. അത് ആ, എങ്ങനെയാണ് ഇപ്പത്തെ ഈ സൈക്കോളജി മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്
എങ്ങനെയാന്ന് അറിയില്ല. പക്ഷെ എന്തായാലും എനിക്കൊന്ന് കൗണ്ട് ചെയ്താ ആ സെറ്റ് ആവും. ശരിക്കും ഞാൻ വൈകുന്നേരം കിടക്കുമ്പോ ദൈവത്തിന്റെ അടുത്ത് ഉം. താങ്ക്സ് പറയാറുണ്ട് കേട്ടോ. ഉം. ഒരു നല്ല ഡേ ഉം. തന്നതിന് ഉം. എനിക്ക്, ഉം. ഹസ്ബൻഡിന്, ഉം. കുട്ടികൾക്ക്, ഉം. അച്ഛൻ, അമ്മയ്ക്ക്, ആർക്കും ഒരു ഹെൽത്ത് വൈസ് കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു ഡേ തന്നതിന് ഉം. ഗ്രാറ്റിറ്റ്യൂഡ്. അത് മിക്കവാറും നല്ല ഡെയിലി ലൈക്ക് ഓൾമോസ്റ്റ് 99% ചെയ്യുന്ന ഒരു കാര്യമാണ്. അൺടിൽ അൺലെസ് ഐ എം വെരി ടയേർഡ്, അയ്യോ ദൈവമേ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങും. പിന്നെ ഒരുപാട് എന്തെങ്കിലും ആക്ച്വലി ഒരു പ്രോബ്ലം വന്ന് നിൽക്കുമ്പോ അത്രയ്ക്ക് ഈസി അല്ല പെട്ടെന്ന് ഇങ്ങനെ പോസിറ്റീവ് തോട്ട്സ് വരാന്. അതെ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമുക്കിന്ന് തൽക്കാലം നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നേ ഉള്ളൂ. ഒന്ന് വെയിറ്റ് ചെയ്തോളൂ ട്ടോ. ഈ ടൈമും പോവും. ആ ഹാപ്പിനെസ് ഇസ് ഓൺ ഇറ്റ്സ് വേ. അതെ. അങ്ങനെയും പറയാ. കാരണം ഒരുപാട് പ്രോബ്ലംസ് വന്ന് ചില സമയങ്ങൾ അങ്ങനെയാണല്ലോ. ഉം. നമ്മൾ വേണംച്ച് ചെയ്യല്ല. ഒന്നിന്റെ ബാക്കിൽ ഒന്ന് തീരാതെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോ എനിക്ക് തോന്നുന്നു തൽക്കാലം ഒന്ന് നമ്മളൊക്കെ ശക്തിപ്പെടുത്താൻ പോവൂട്ടോ. ഇത് മാറൂട്ടോ. അത് വളരെ ട്രൂ ആട്ടോ ഈ പറയുന്നത്. എന്താന്ന് പറഞ്ഞാൽ ഒരു ടൈമും കോൺസ്റ്റന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഒരു ചീത്ത സമയം നടന്നാലും അതും കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ കുറേ നേരം നിൽക്കുന്നില്ലല്ലോ. നമ്മൾ അതിനെ നീ പറയുന്ന പോലെ ടേക്ക് എ പോസ്. ഓക്കെ, അതിനെ എങ്ങനെ അപ്പം അതിനെ ചെയ്യാൻ പറ്റും, അതിനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ ദാറ്റ് ടൈം വിൽ പാസ് അല്ലേ? ആക്ച്വലി ആ ടൈം പോവും. അതെ. ഓരോ ടൈം ലൈഫിൽ എനിക്കും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിണ്ടാവും. കുറച്ച് ഭയങ്കര ഡിഫിക്കൽട്ട് ടൈം. എന്താ ഇവിടെ ഇതിൽ എവിടെയാ ലൈറ്റ് കാണുന്നത്, എവിടെയാ സന്തോഷം എന്ന് ചിലപ്പോൾ തിരഞ്ഞാൽ പോലും കിട്ടില്ല. അതെ. അങ്ങനത്തെ സമയം വരുമ്പം അവനവനെ ഒന്ന് കാമാക്കി വെക്കുക. എന്തെങ്കിലും ഇപ്പൊ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു പോവുക. പിറ്റേന്ന് രാവിലെ നമ്മളേക്ക് ഒക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. അതെ. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള പോലെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു വലിയ സർക്കിളില് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യുന്നില്ല. നമ്മൾ അന്നത്തെ ഒരു ഡേ എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ എത്ര ഹെക്റ്റിക് ആയിരുന്നെന്നോ ഒന്നും നമ്മൾ ഷെയർ ചെയ്യുന്നില്ല. പക്ഷെ 5 or 10 minutes സ്പെൻഡ് വിത്ത് റിയൽ ഗുഡ് ഫ്രണ്ട്സ് എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരു എനർജി കിട്ടും, ഒരു ഭയങ്കര പോസിറ്റിവിറ്റി കിട്ടും അല്ലേ? സത്യ. അപ്പം പിന്നെ വെറുതെ സില്ലി കാര്യങ്ങൾ പറഞ്ഞിട്ട് ചിരിക്കില്ലേ, അതിലാണ് എനിക്ക് ഏറ്റവും രസം തോന്നുന്നത്. എന്ന് വെച്ചാൽ കുഞ്ഞു കോമഡി ആയിരിക്കും. പക്ഷെ ഈ ഒരാള് പറയുന്ന പോലെ ചിരിക്കുമ്പം ചിരി സ്പ്രെഡ് ചെയ്യും. അതെ. അല്ലെ? അതെ. അത് ഒരാൾ അവിടുന്ന് പൊട്ടിച്ചിരിക്കുമ്പോ ഇപ്പുറത്തെ സൈഡിന്ന് ഇയാളും അറിയാതെ ചിരിക്കും. ചിരിച്ചു കഴിഞ്ഞ് ഫോൺ വെക്കുമ്പോ നീ പറഞ്ഞ പോലെ അതെ, അതോടെ ആ തോട്ട്സും എല്ലാം അങ്ങ് പോയി. ഇപ്പൊ ഇവിടെ ചിരിന്ന് ഗോപു പറഞ്ഞപ്പോ വരെ എന്റെ മുഖത്തൊരു വലിയ ചിരി വന്നു. അപ്പൊ ചിരി ഈസ് റിയലി കണ്ടേജിയസ്. നമ്മളത് എത്ര ചിരി കൊടുക്കുന്നോ അത്രയും ചിരി നമുക്ക് തിരിച്ചും കിട്ടും. ഫ്രണ്ട്സിനെ പോലെ ചിലവരുടെ സിബ്ലിങ്സ്. എനിക്ക് എന്റെ അനിയന്മാരുണ്ട്. അനിയന്മാര് ഫോൺ ചെയ്താല് ഇതേ പറഞ്ഞ നമ്മൾ ഒരുപാട് വലിയ ഇഷ്യൂസ് അല്ല സംസാരിക്കും. ചെറിയ ചെറിയ കോമഡി, പണ്ടത്തെ കാര്യം, അത് ഇത് പറഞ്ഞ്. അത് കഴിഞ്ഞ് മോൻ ഫോൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാം, അയ്യോ മോൻ എന്റെ വയറ് വേനിക്കാൻ തുടങ്ങിട്ടോ. കാരണം ഈ പറഞ്ഞ പോലെ വലിയ ഇഷ്യൂ എടുക്കാതെ കുട്ടി കുട്ടി ലൈറ്റ് പ്രോബ്ലംസ് അവർക്കും ഉണ്ട് ഞങ്ങൾക്കും ഉണ്ട്. പക്ഷെ സംസാരിച്ച് വരുമ്പം അതെ 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 അതെ. അപ്പൊ നെയ്ബേഴ്സോ ഫ്രണ്ട്സോ സിബ്ലിങ്സോ ചിലവരുടെ പാരന്റ്സ് ഭയങ്കര ഫണ്ണി ആയിരിക്കും. അവരോട് സംസാരിക്കുക. ആരാണോ നിങ്ങളെ ചിരിപ്പിക്കുന്നത്, അല്ല ചിലവർക്ക് സ്വന്തം ചിരിപ്പിക്കാനുള്ള കഴിവുണ്ടാവും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പ്രിയ ഉണ്ട്, അതേപോലെ പങ്കജ്. ഇവര് രണ്ടാളും എന്താണ് സ്റ്റാൻഡപ്പ് കൊമീഡിയൻസ് ആക്കാൻ പറ്റും. എത്ര സാഡ് സിറ്റുവേഷനും പോസിറ്റീവ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് എക്സാമ്പിൾ അവർ രണ്ടാളുമാണ്. നിന്ന നിപ്പിന് തമാശയോട് തമാശ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നെയ്ബേഴ്സോ ആരുണ്ടെങ്കിലും അവരെ കൂടെ ആ സമയത്ത് ഒന്ന് വിളിച്ച് സംസാരിക്കുക. എല്ലാം മാറിക്കിട്ടും. സോ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് സ്റ്റേ ഹാപ്പി. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് വിത്ത്